ജന്മാദ്യസ്യേതൊന്നയാതിതരതച്ചാർത്തേഷ വിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദിയവേയം മുഖ്യന്തിയത്സൂരയ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാസേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദസ്ഥിതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ശ്രീമദ് ഭാഗവതം 5 അധ്യായം നമ്മൾ കഴിഞ്ഞു. 5-ാമത്തെ അധ്യായത്തിൽ നാരദൻ്റെ പൂർവജന്മകഥ കുറേയൊക്കെ ഇങ്ങോട്ട് പറഞ്ഞു. ആ മഹർഷിമാർക്ക് സേവ ചെയ്തിരുന്നതായിട്ടുള്ള ദാസീപുത്രനായിട്ട് ജനിച്ചു എന്നും അവർ കുറച്ച് ഈശ്വര ഭക്തി യോഗത്തെക്കുറിച്ചൊക്കെ ഉപദേശിച്ചു കൊടുത്തു. അമ്മയ്ക്ക് ഉപദേശിച്ചു, അത് മകനായ നാരദൻ കേട്ടു, ഭക്തി ഉണ്ടായി എന്ന് വരെയാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. അനവധി നാമങ്ങൾ ഉള്ളതായിട്ടുള്ള ഭഗവാന്റെ ചില നാമം അവിടെ പറഞ്ഞു. നമോ ഭഗവതേ തുഭ്യം വാസുദേവായ ധീമഹി പ്രദ്യുമ്നായ അനിരുദ്ധായ നമസ്തങ്കർഷണായ ച. 4 ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. എത്രയോ നാമങ്ങളുണ്ട്. എന്തായാലും നാമത്തിൽ ഒരു താല്പര്യം ഉണ്ടാവുക, അതാണ് ഭക്തിയുടെ ആദ്യത്തെ പടി എന്നും കൂടി ഇവിടെ കാണിച്ചിരിക്കുന്നത്. വലിയൊരു സംഗതിയാണ് ഈ നാമം എന്നുള്ളത്. അത് കൂടിയാണ് പലരും ഈശ്വരനിലേക്ക് എത്തുന്നത്. അതിനുശേഷം എന്തൊക്കെ ഉണ്ടായി? മഹർഷിമാർ പോയി, ചാതുർമാസമൊക്കെ കഴിഞ്ഞ് അവരാണ് പോയതിന് ശേഷം എന്താണ് ഉണ്ടായത് എന്നാണ് അടുത്ത അധ്യായത്തിൽ പറയണത്. സൂത ഉവാച ഏവം നിശമ്യ ഭഗവാൻ ദേവർഷ്ടിർ ജന്മകർമ്മജ ഭൂയപ്പപ്രച്ഛതം ബ്രഹ്മൻ വ്യാസ സത്യവതീസുത. സത്യവതീസുതനായിരിക്കുന്ന വ്യാസൻ ഏവം നിശമ്യ ഭഗവാൻ, ബ്രാഹ്മണ തന്നെയാണ് പിന്നെയും വിളിക്കണത് വ്യാസനെ. ദേവർഷിയുടെ ജന്മകർമ്മത്തെയും മറ്റും നിശമ്യ കേട്ടിട്ട് സത്യവതീസുതനായിരിക്കുന്ന വ്യാസൻ എന്ത് ചോദിച്ചു, പിന്നെ എന്തൊക്കെയാണ് അവർ തമ്മിലുള്ള സംഭാഷണം ഉണ്ടായത് എന്ന് ശൗനകാദികൾ ചോദിക്കുകയാണ്. സൂതൻ ഇവിടെ പറയുകയാണ്. സൂത ഉവാച, സൂതൻ പറഞ്ഞു, ഭൂയപ്പപ്രച്ഛതം ബ്രഹ്മൻ വ്യാസ സത്യവതീസുത. സത്യവതീസുതനായിരിക്കുന്ന വ്യാസൻ പിന്നീട് ഇങ്ങനെ ചോദിച്ചു നാരദനോട്. വ്യാസൻ വാക്യം: ഭിക്ഷുഭിർ വിപ്രവസിതേ വിജ്ഞാനേട്ടുഭിർത്തവ വർത്തമാനോ വയസ്യാദേതക്കിമകരോ ഭവാൻ. നാരദ, ഭിക്ഷുഭിർ വിപ്രവസിതേ, ആ മഹർഷിമാർ പോയതിന് ശേഷം പിന്നീട് അങ്ങ് എന്താണ് ചെയ്തത് എന്ന് നാരദനോട് ചോദിക്കുകയാണ്. ആദ്യ വയസ്സിൽ എന്ന് പറഞ്ഞാൽ ആ പ്രായത്തിൽ വർത്തമാന ഇരിക്കുന്ന അങ്ങ് പിന്നേക്ക് മകരോത് എന്ത് ചെയ്തു? വിപ്രവസിതേ എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് പോയ സമയത്തിങ്കൽ അതിന് ശേഷം. വിപ്രവസിതേ, സ്ഥാനം ഉപേക്ഷിക്കപ്പെട്ടപ്പോൾ. വിജ്ഞാനേട്ടുഭിർത്തവ, വിജ്ഞാനത്തെ ഉപദേശിച്ച് ആ ഭിക്ഷുക്കളാൽ സ്ഥാനം ഉപേക്ഷിക്കപ്പെട്ടു. എങ്ങനത്തെ ഭിക്ഷുക്കളാണ്? ജ്ഞാനം ഉപദേശിച്ചതായിട്ടുള്ള ഭിക്ഷുക്കൾ. വിജ്ഞാനേട്ടുഭിർ വിശേഷണമാണ്. വിജ്ഞാനേട്ടുഭിർത്തവ ഭിക്ഷുഭിർ വിപ്രവസിതേ തത കിമകരോത് ഭവാൻ. പിന്നീട് നാരദ, അങ്ങ് എന്താണ് ചെയ്തത് എന്ന് വ്യാസൻ ചോദിച്ചു. സ്വായംഭുവകയാ വൃത്യ വർത്തിതം ദേ പരമ്പയാ കഥഞ്ചേതമുദാശ്രാക്ഷി കാലേ പ്രാപ്തേ കളേവരം. സ്വായംഭുവ പരം വയ കയാ വൃത്യ തേ വർത്തിത. എന്ത് പ്രവൃത്തി അങ്ങയാൽ അനുഷ്ഠിക്കപ്പെട്ടു? പരം വയ പിന്നെയുള്ള കാലം, തേ അങ്ങയാൽ വർത്തിക്കപ്പെട്ടു. എന്താണ് അങ്ങ് പിന്നീട് ചെയ്തത് എന്ന് ചുരുക്കം. കാലേ പ്രാപ്തേ കഥം ഉദാത്രാക്ഷീറ്റ്, അതാത് കാലം ദാസീപുത്രനായി ജനിച്ചതായിട്ടുള്ള ശരീരം കുറെ കഴിയുമ്പോൾ ശരീരം വിട്ടുപോകേണ്ട അവസ്ഥ വരുമല്ലോ. അവസാനിക്കേണ്ടതായിട്ടുള്ള കാലം സമീപിച്ചപ്പോൾ ആ ശരീരം എങ്ങനെയാണ് ഉപേക്ഷിച്ചത്? ഇപ്പോൾ വ്യാസൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തെ നാരദൻ്റെ ശരീരം അല്ല, ദാസീപുത്രനായിട്ടുണ്ടായിരുന്നപ്പോൾ. അത് കഴിഞ്ഞിട്ട് പിന്നത്തെ ജന്മമാണ് വീണയും കയ്യിൽ പിടിച്ച് നാരദൻ്റെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ജന്മത്തെ വർത്തമാനമാണ് പറയണത്.
ഇപ്പോഴത്തെ കാര്യമല്ല, ഓർക്കേണ്ടതുണ്ട്. അപ്പോൾ ആ കഴിഞ്ഞ ജന്മം കഴിഞ്ഞിട്ടാണല്ലോ ഈ ജന്മം ഉണ്ടാവുക. അപ്പം ആ ശരീരം എങ്ങനെയാണ് ഉപേക്ഷിച്ചത്, എന്നിട്ട് ഇങ്ങനെ ആയി തീർന്നത്, വീണയും കൈ പിടിച്ച് നടക്കാറാവുക, എങ്ങനെ ആയി തീർന്നു? പ്രാകൽപ്പവിഷയാമേതാം പ്രതിന്തേ സുരസത്തമാ നഹ്യേഷ വിഭദാകാലേ ഏഷ സർവനിരാകൃതി. സുരസത്തമാ എന്ന് വിളിക്കുകയാണ് സംബോധന. സുരസത്തമാ ദേവശ്രേഷ്ഠ തേ പ്രാകൽപ്പവിഷയാം പൂർവകൽപ്പത്തെ ആശ്രയിച്ചിരുന്നതായ ആ ഓർമ്മയെ, ഏതാം സ്മൃതിം പൂർവജന്മവാസനയെ, സർവനിരാകൃതി എല്ലാം നിരാകരിക്കുന്ന ഈ കാലം മറിച്ചല്ലല്ലോ എന്ന് പറയണം. ഇത്രയധികം കാലം കഴിഞ്ഞിട്ടും ആ ഓർമ്മ എങ്ങനെയാണ് നശിക്കാതിരുന്നത്? കാലം ഒക്കെ നശിപ്പിക്കും. എന്തുകൊണ്ട് അല്ലേ? നമുക്കിപ്പോൾ കഴിഞ്ഞ ജന്മം എന്താണെന്ന് ഓർമ്മ ഉണ്ടോ? എന്തെങ്കിലുമൊക്കെ ആയിണ്ടാവും, തീർച്ചയാണ്, ഓർമ്മയുണ്ടോ? പക്ഷെ അങ്ങേക്ക് മാത്രം എങ്ങനെയാണ് ഈ പൂർവ്വജന്മം എല്ലാം നശിപ്പിക്കുന്ന കാലം എന്തുകൊണ്ട് അങ്ങയുടെ പൂർവ്വജന്മസ്മരണയെ നശിപ്പിച്ചില്ല എന്നെനിക്കൊരു സംശയം തോന്നുകയാണ്. എങ്ങനെയാണ് ഈ പൂർവ്വജന്മസ്മൃതി കിട്ടിയത്? അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഇതൊക്കെ പറഞ്ഞത്. പൂർവ്വജന്മ കഥയപ്പോൾ ഈ പറഞ്ഞത്. നമുക്ക് നമ്മുടെ പൂർവ്വജന്മ കഥ പറയാൻ പറ്റില്ല. ഈ ജന്മത്തെ കഥ തന്നെ വളരെ കാലത്ത് മുമ്പേ ഉള്ളത് ഓർമ്മയുണ്ടോ? അപ്പോൾ കാലം എല്ലാറ്റിനെയും മറച്ചു വയ്ക്കുന്ന കേശവിപഥാത് കാല, എല്ലാറ്റിനെയും മറയ്ക്കുന്നതായിട്ടുള്ള കാലം ഇത് മറച്ചില്ലല്ലോ. നഹി വ്യവധാത്, എന്തുകൊണ്ട് മറച്ചില്ല? പൂർവജന്മസ്മരണ എങ്ങനെയാണ് ഇല്ലാതാവാതിരുന്നത്, നശിക്കാതെ ഇരുന്നത്? പ്രാകൽപ്പവിഷയാമേതാത് പ്രതിന്തേ സുരസത്തമാ നഹ്യേഷ വ്യവധാത് കാല ഏഷ സർവനിരാകൃതി. എല്ലാം നശിപ്പിക്കുന്ന കാലം അങ്ങയുടെ പൂർവ്വജന്മവാസനയെ നശിപ്പിച്ചില്ലല്ലോ. അത് അത്ഭുതമായിട്ട് തോന്നുകയാണ്. ഇപ്പം നാരദൻ മറുപടി പറയണം. നാരദ ഉവാച ഭിക്ഷുഭിർ വിപ്രവസിതേ വിജ്ഞാനദേട്ടുഭിർ മമ വർത്തമാനോ വയസ്യാദ്ദേതത ഏതത കാരണം. വ്യാസൻ ചോദിക്കണ ചോദ്യത്തിന് അതേപോലെ തന്നെയാണ് വാക്ക്. കണ്ടോ? ഭിക്ഷുഭിർ വിപ്രവസിതേ വിജ്ഞാനദേട്ടുഭിർ തവ. ഭാഷയും പഠിക്കാൻ ഭാഗവത്ത് കൂടെ. ഭിക്ഷുവിൽ മഹർഷിമാർ വിപ്രവസിതയെ പോയ സമയത്തിങ്കൽ ജിജ്ഞാസിയായിരിക്കുന്ന അങ്ങ് എന്ത് ചെയ്തു എന്നാ ചോദ്യം. ഇവിടെ തവ മാറ്റിയിട്ട് മമയാക്കി. നോക്കിയോ? വിഷ്ണുവിർ വിപ്രവസിതേ വിജ്ഞാനദേട്ട് മമ. ബാക്കിയൊക്കെ അതേ വാക്കുകളാണ്. ഭിക്ഷുക്കൾ മഹർഷിമാർ പുറത്തേക്ക് പോയപ്പോൾ അങ്ങ് എന്ത് ചെയ്തു എന്ന് ചോദിച്ചു. ഭിക്ഷുക്കൾ പുറത്തേക്ക് പോയപ്പോൾ ഞാൻ എന്ന് മറുപടി പറയുന്നു. അത്രയേ ഉള്ളൂ. മമ കഴിച്ച ബാക്കിയ വാക്കൊക്കെ ഒന്ന് തന്നെ. രണ്ടാമത്തെ ശ്ലോകം. വർത്തമാനോ വയസ്യാദ്ദേ, അതും അത് തന്നെയാണ്. തത ഏഴതകാരഷം, അവിടെ മാത്രം മാറി. വർത്തമാനോ വയസ്യാദി, ആ കാലഘട്ടത്തിൽ, ആ വയസ്സിൽ, ആദ്യ ബാല്യ വയസ്സിൽ അങ്ങ് എന്ത് ചെയ്തു എന്ന് ചോദ്യം. ഉത്തരോ വർത്തമാനോ വയസ്യാദ്യേ തഥ, അതുവരേക്കും ഒന്നേ. കിമകരോ ഭവാൻ എന്ന് മാറ്റിയിട്ട് എന്താക്കി? ഏതതകാരഷം, താഴെ പറയാൻ പോകുന്ന കാര്യം ഞാൻ ചെയ്തു. അതാണ് അവിടെ ഇങ്ങനെ ആവർത്തിച്ച് വരുന്നത്. ഭിക്ഷു വിപ്രവസിതേ വിജ്ഞാനദേട്ടുഭിത്തവ വർത്തമാനോ വയസ്യാദ്യേ തഥ കിമകരോ ഭവാൻ. രണ്ടാമത്തെ ശ്ലോകം. അഞ്ചാമത്തെ ശ്ലോകം. ഭിക്ഷു വിപ്രവസിതേ വിജ്ഞാനദേട്ടുഭിർ മമ, അവിടെ മാറി. വർത്തമാനോ വയസ്യാദ്യേ തഥ ഏതതകാരഷം. ഇങ്ങനെ ചെയ്തു. എന്താ ചെയ്തതെന്ന് പറയുകയാണ് അടുത്ത ശ്ലോകത്തിൽ. ഏകാത്മജാ മേ ജനനി യോഷിൻ മൂഢാച കിങ്കരി മയ്യാത്മജേ അനന്യഗതോ ചക്രേ സ്നേഹാനുബന്ധനം. കിങ്കരി ദാസിയും, മൂഢ അത്ര അറിവില്ലാത്തവളും, യോഷിത് സ്ത്രീയും, ഏകാത്മജ ഒറ്റ പുത്രൻ മാത്രം ഉള്ളവളും, ഞാനാണ് പുത്രൻ. മേ ജനനി എൻ്റെ അമ്മ എന്തു ചെയ്തു? എന്നിൽ വലുതായ സ്നേഹത്തെ വെച്ചു. അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം മക്കളോട് ഉണ്ടാവുക. ഏതമ്മമാരായാലും അതിൽ ആശ്ചര്യപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെയാണല്ലോ അത്. പ്രകൃതി തന്നെ അങ്ങനെയാണ് അവരെ സൃഷ്ടിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അവർക്ക് വേറെ എന്തും ഉണ്ടാവുള്ളൂ. നമ്മളിപ്പോൾ ഭർത്താക്കന്മാരാണ് കുട്ടിയെ തന്നത് ഭർത്താവല്ലേ എന്നൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അതൊന്നും അവരുടെ കുറ്റമായിട്ടും കാണണ്ട. അങ്ങനെയാണ്.
ഏതൊരു സ്ത്രീയായാലും മനുഷ്യനല്ലാത്ത ജീവികൾക്കടക്കമുണ്ടാവുന്ന ഒരു ടെൻഡൻസി, പ്രവണത ആണ് അത്. അപ്പം എന്ത് ചെയ്തു? സ്നേഹാനുബന്ധനം, എന്നിൽ വലുതായ സ്നേഹത്തെ ചക്രേ ചെയ്തു. ഒരു നിമിഷം ഞാൻ ഇല്ലാണ്ടിരിക്കാൻ വയ്യ. മയ്യാത്മജയെ അനന്യഗതോ, മറ്റ് ഗതിയൊന്നും ഇല്ലാത്തവൾ. ഭർത്താവിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടേ ഇല്ല അല്ലേ? അങ്ങനെയൊന്നും പറഞ്ഞിട്ടേ ഇല്ല. എല്ലാം ചോദിക്കുക ആരാ? നാരദൻ്റെ അച്ഛൻ. ആവശ്യമില്ലാത്ത ചോദ്യമാണ്. അതായതൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. അവർക്ക് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. മയ്യാത്മജ അനന്യഗതോ, അനന്യഗതിയായ, വേറെ ഗതിയില്ലാത്തവളായ അവൾ എന്നിൽ സ്നേഹേ ചക്രേ സ്നേഹാനുബന്ധനം, വലിയ സ്നേഹബന്ധം പുലർത്തി. സ അസ്വതന്ത്ര ന കൽപ്പാസി യോഗക്ഷേമം മമേച്ഛതി ഈശസ്തകി വശേ ലോകോ യോഷാദാരുമൈ യഥാ മമ യോഗക്ഷേമം ഇച്ഛതി. അമ്മയുടെ ലക്ഷ്യം എന്താ? എൻ്റെ സുഖം മാത്രമായിരുന്നു അമ്മയുടെ ലക്ഷ്യം. മകൻ സുഖമാവണം, മകൻ നന്നാവണം. ശരിക്കും പറയാച്ച മകൻ നന്നാവണം എന്ന ഒരു ചിന്തയല്ലാണ്ട് അവൾക്കൊന്നും ഉണ്ടായിരുന്നില്ല. യോഗക്ഷേമം മമ ഇച്ഛതി. വളരെയധികം സ്വാതന്ത്ര്യമില്ലാത്തവളായിരുന്നു. അസ്വതന്ത്ര. സ്വതന്ത്ര എന്നല്ല, അസ്വതന്ത്ര എന്ന് തന്നെ വായിക്കണം. അസ്വതന്ത്ര ഒന്നിച്ച് വായിക്കാൻ കുഴപ്പമില്ല, പിരിക്കുമ്പോൾ സ്വതന്ത്ര എന്ന് വായിക്കരുത്. അസ്വതന്ത്ര ന കൽപ്പാസീത് യോഗക്ഷേമം മമേച്ഛതി മമ യോഗക്ഷേമം ഇച്ഛതി ഈശസ്തകി വശേ ലോകോ. ഈ ലോകം മുഴുവനും ഈശ്വരൻ്റെ അധീനത്തിലാണ്. അതുകൊണ്ട് കൽപ്പാന ആസീത് സമർത്ഥയായിരുന്നില്ല. സ്വാതന്ത്ര്യമില്ലാത്തവളായ അവൾ അത്രയധികം സാമർഥ്യമുള്ള ഒരു സ്ത്രീയൊന്നും ആയിരുന്നില്ല. എല്ലാവരും അവശന്മാർ തന്നെയാണ്. ഈശസ്തകി വശേ ലോകോ ഇവാധീനം ജഗത് സർവം. ഈ ലോകം മുഴുവൻ ഈശ്വരേച്ഛയ്ക്ക് വിധേയമാണ്, നമ്മുടെ ഇച്ഛയ്ക്ക് വിധേയമല്ല. നമ്മൾ നടക്കുന്ന പോലെ വരും, വിചാരിക്കുന്ന പോലെ നടക്കും എന്ന് വിചാരിക്കുന്നത് ഊക്കൻ വിഡ്ഢിത്തരാണ്. വിചാരിക്കാം, പ്ലാൻ ചെയ്യാം, പ്രവർത്തിക്കാം, ഒക്കെ ചെയ്യാം. പക്ഷേ അങ്ങനെ സംഭവിക്കും, ആ ഫലം നമ്മൾ ഉദ്ദേശിച്ച പോലെ ആവും എന്നൊരിക്കലും പറയാൻ പറ്റില്ല. എത്ര കാര്യങ്ങൾ വിഫലമായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഈ ലോകം ഈശസ്തകി വശേ ലോകോ യോഷാദാരുമൈ യഥാ. യോഷാദാരുമൈ, യോഷ എന്ന് പറഞ്ഞാൽ മരം കൊണ്ടുള്ള സ്ത്രീ പ്രതിമ പോലെ എന്നർത്ഥം. ഇവിടെ ദാരുമൈ, യോഷ സ്ത്രീ, ദാരു ശില്പം എന്നൊക്കെ പറയുമല്ലോ. മരം കൊണ്ടുണ്ടാക്കിയ പാവ, മരം കൊണ്ടുണ്ടാക്കിയ സ്ത്രീ പാവ പോലെ. സ്ത്രീ പാവ എന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല, ഏത് പാവയിലും അങ്ങനെയാണല്ലോ. പക്ഷെ ഇവിടെ പറഞ്ഞു എന്ന് മാത്രം, അമ്മയെ പറ്റിയിട്ടാവുകൊണ്ട് സ്ത്രീ പാവ എന്ന് പറഞ്ഞു. പുരുഷന്മാരുടെ സ്ഥിതി വ്യത്യസ്തമല്ല, സ്വതന്ത്രരല്ല ആരും. ഒരു സ്ത്രീയാണ് ഇവിടെ കഥാവിഷയം. അതുകൊണ്ട് എന്താക്കി? ഒരു സ്ത്രീ പ്രതിമ പോലെ നാക്കി. പുരുഷന്മാരും ഈശ്വരനും വിധേയന്തര തന്നെയാണ്, സ്വതന്ത്രരല്ല. മരം കൊണ്ടുള്ള ഒരു സ്ത്രീരൂപം പോലെ ഈശസ്യ വശേഹി, എല്ലാവരും ഈശ്വരൻ്റെ കീഴിലല്ലേ. അസ്വതന്ത്ര ന കൽപ്പാതീത് യോഗക്ഷേമം മമേച്ഛതി. എൻ്റെ യോഗക്ഷേമമല്ലാതെ മറ്റൊന്നും ഇച്ഛിക്കുന്നില്ല. അസ്വതന്ത്ര, സ്വാതന്ത്ര്യമില്ലാത്തവളായിട്ടുള്ളവൾ സമർത്ഥയായിരുന്നില്ല. ന കൽപ്പാസീത്, സമർത്ഥയൊന്നും അല്ല. സാധാരണ സ്ത്രീ വേണ്ട ജീവിക്കാനുള്ള കഴിവുണ്ടോ എന്ന് തന്നെ സംശയം. ഈശസ്തകി വശേ ലോകോ യോഷാദാരുമൈ യഥാ. ഒരു മരപ്രതിമ പോലെ അങ്ങനെ കഴിച്ചു കൂട്ടി. എന്താ വരിക, എന്താ ഉണ്ടാവുക, എങ്ങനെ വേണം ഒന്നും അറിയില്ല. എന്താ അന്ന് കിട്ടിയേച്ചാൽ അത് കഴിച്ച ശരീരത്തെ നിലനിർത്തുക എന്നല്ലാണ്ട് ഒരു സംഗതിയും പ്ലാൻ ചെയ്യാനോ അറിയാനോ കഴിവില്ലാത്ത. അപ്പം അങ്ങനത്തെ ആളുകളും പണ്ട് ജീവിച്ചിരുന്നു. ഇന്നല്ലേ ഇപ്പോൾ ഡോക്ടറാക്കണം, മറ്റാളെ എഞ്ചിനീയറാക്കണം, വലിയൊരു വീട് കെട്ടണം, വേറൊന്നാവണം, ഇത്ര ലക്ഷം ഡെപ്പോസിറ്റ് ഒരു മകൻ്റെ പേരിൽ. ഇതൊക്കെ ഇന്നാണല്ലോ. പണ്ട് ഇങ്ങനെയുള്ള പ്ലാനിങ് ഒന്നുമില്ല. എന്നാലും അവരും എങ്ങനെയെങ്കിലുമൊക്കെ കഴിഞ്ഞു കൂടും. ഇതുപോലൊരു സ്ത്രീ ആയിരുന്നു എൻ്റെ അമ്മ. ഒന്നും അറിയില്ല, എന്താ വേണ്ടത് വെച്ചാൽ അതും അറിയില്ല. എന്നിട്ടോ അഹഞ്ച ബ്രഹ്മകുലേ ഊഷിവാൻ തദപേക്ഷയ ദിഗ്ദേശകാല ഉത്പന്നോ ബാലക പഞ്ചഹായന. പറയണ ദിഗ്ദേശകാല ഉത്പന്ന, ദിക്ക് ദേശം കാലം ഇതൊന്നും അറിയാതെ പഞ്ചഹായന 5 വയസ്സ് മാത്രം പ്രായമുള്ള ബാലകനായിട്ടുള്ള ഞാനും
അഹം ച അവേക്ഷയ മാതൃസ്നേഹത്തെ അതിൻ്റെ തണൽ അനുഭവിച്ചുകൊണ്ട്, മാതൃസ്നേഹത്തിൻ്റെ തണൽ എന്ന് പറഞ്ഞാൽ വലിയൊരു തണലാണത് അല്ലേ, പോയാലല്ലേ എൻ്റെ വിഷമം അറിയുള്ളൂ. അവേക്ഷയ മാതൃസ്നേഹത്തിൻ്റെ തണൽ അനുഭവിച്ചും കൊണ്ട് തത് ബ്രഹ്മകുലേ ഉഷിവാൻ ആ കുലത്തിൽ വസിച്ചു, ആ ബ്രഹ്മകുലത്തിൽ വസിച്ചു. അഹഞ്ചത ബ്രഹ്മകുലേ ഊഷിവാൻ തദവേക്ഷയ ദിഗ്ദേശകാല ഉത്പന്ന. ദിഗ്ദേശകാല ഉത്പന്ന എന്ന് പറഞ്ഞാൽ ദിക്ക കാലം, ഇതിനെക്കുറിച്ച് തെക്കും വടക്കും അറിയാത്ത കുട്ടികളെന്ന് പറയുമല്ലോ നമ്മൾ, അതന്നെ ദിഗ്ദേശകാല ഉത്പന്നോ ദിക്കും ദേശവും കാലവും വെട്ടും പൊട്ടും അറിയാതെ 5 വയസ്സായ കുട്ടിക്ക് എന്തറിയാനാ. ഞാനും ആ അമ്മയുടെ തണലിൽ അങ്ങനെ കഴിഞ്ഞു. ഏകദാ നിർഗതാംഗേകാന്തുഗന്ധി നിശികാമ്പതി സർപ്പോദശത്പദാസ്പൃഷ്ട കൃപണാം കാലചോദിത. ഒരു നാൾ ഗേഹാത് വീട്ടിൽ നിന്ന് നിർഗതാം പോയവൾ, കൃപണ ദുഃഖിതയും, ഗാം ഗോവിന്ദനെ, അതായത് ഗോവിനെ കറക്കാൻ, പശുവിനെ കറക്കാൻ പോയവളും ദുഹന്തി ദോഹനം ചെയ്യുന്നവളും ആയിട്ട്, നിശി പതി രാത്രി വഴിയിൽ, പദ കാൽ കൊണ്ട്, ആസ്പൃഷ്ട ചവിട്ടിയ, സ്പർശിക്കപ്പെട്ട കാൽ കൊണ്ട് സ്പർശിക്കുക പറഞ്ഞ ചവിട്ടിയ ഒരു പാമ്പ് കടിച്ചു. കാലചോദിത, കാലൻ ഏത് വഴി കൂടെയാണ് നമ്മളെ വിളിക്കുക അറിയാൻ പറ്റുമോ? ഹാർട്ട് അറ്റാക്ക് ആവാം, രോഗമാവാം, അപകടമാവാം, പല വിധത്തിലാവാമല്ലോ. ഇത് ഈ ഒരു വിധത്തിൽ കാലചോദിതനായിട്ടുള്ള ആ പാമ്പ് സർപ്പം കടിച്ചു, അമ്മയെ കടിച്ചു. സർപ്പോദശൽ പദാസ്പൃഷ്ട, കാലിനാൽ ചവിട്ടിയ പാമ്പ്, ആ പാമ്പ് അദശത് അമ്മയെ കടിച്ചു. കൃപണാം കാലചോദിത, കാലൻ ഓരോരുത്തർക്ക് ഓരോ വഴിയാണല്ലോ മരിക്കാൻ വെച്ചിരിക്കുന്നത്. എൻ്റെ അമ്മ പാമ്പ് കടിച്ച് മരിച്ചു. തഥാ തദഹമീ സത്യഭക്താനാം സമം ഈപ്സതാ അനുഗ്രഹം മന്യമാന പ്രാതിഷ്ഠം ദിശമുദ്ധരാം. ഒരു അത്ഭുതം പറയുകയാണ്. ഈ 5 വയസ്സായിട്ടുള്ള ഒരു കുട്ടി, ഏകാശ്രയമായിട്ടുള്ള അമ്മ മരിച്ചാൽ ഉറക്ക വാവിട്ട് കരയല്ലേ വേണ്ടത്. പക്ഷെ അതൊന്നും നാരദൻ ചെയ്തില്ല അവിടെ. തദ അഹം തദ് ഭക്താനാം ശം അഭീപ്സത, ഭക്തന്മാരുടെ സുഖം ആഗ്രഹിക്കുന്ന ഈശൻ്റെ തന്നോടുള്ള അനുഗ്രഹമായിട്ടെടുത്തു. എങ്ങനെ ഒരു കുട്ടി അതൊക്കെ എടുക്കുക? 5 വയസ്സായിട്ടൊരു കുട്ടിക്ക് അത് എടുക്കണം എന്നുണ്ടെങ്കിൽ പ്രത്യേകതയുണ്ട്. ഈശസ്യ അനുഗ്രഹം, ആ അമ്മയാണ് ഈശ്വരനിലേക്ക് എത്താനുള്ള എൻ്റെ ഏക തടസ്സം. അത് ഭഗവാൻ തന്നെ നീക്കി തന്നു എന്നാണ് കരുതി. നിരാശനായില്ല. മന്യമാന, അനുഗ്രഹം മന്യമാന, അനുഗ്രഹം എന്ന് കണക്കാക്കിക്കൊണ്ട് വിചാരിച്ചിട്ട് ഞാൻ നേരെ വടക്കോട്ട് പുറപ്പെട്ടു. ഉത്തരാം ദിശം പ്രാതിഷ്ഠം, ഉത്തരദിക്കിലേക്ക് പുറപ്പെട്ടു. ഏത് പ്രവൃത്തി ഈശ്വര അനുഗ്രഹമായിട്ടെടുക്കാൻ സാധിക്കണം എന്നാണ്. അതിന് പല കഥകളുണ്ട്. ഈ സമയത്തൊരു കഥ സാധാരണ പറയാറുണ്ട്. എന്താ വെച്ചാൽ ഒരു രാജാവും മന്ത്രിയും കൂടി കാട്ടിലേക്ക് പോയപ്പോൾ അവിടെ രാജാവ് ഒരാളെ ബലി കൊടുക്കാൻ ഇങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം അതിന് മുമ്പൊരു സംഭവം ഉണ്ടായത് എന്താ വെച്ചാൽ ഈ രാജാവ് കുറേ കരിമ്പോ എന്തോ ഇങ്ങനെ വെട്ടി പലർക്കും ഇങ്ങനെ കൊടുക്കുകയാണ്. അദ്ദേഹം ഒരു നല്ല രാജാവായതുകൊണ്ട് സ്വന്തം കൈകൊണ്ട് വെട്ടി കൊടുക്കുക. അതിനെ കൂലിക്കാരെ ആവശ്യമുള്ളവരെ ഉപയോഗിക്കുകയൊന്നുമില്ല. അദ്ദേഹത്തിന് അതൊരു ഇഷ്ടമാണ്. സ്വയം ഇങ്ങനെ കൊടുക്കുക, ഞാൻ ജനങ്ങളുടെ സേവകനാണ് എന്നൊന്നും പറയലല്ലേ ഉള്ളൂ. ഇദ്ദേഹം പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുന്ന ഒരു രാജാവ്. അപ്പോൾ ഒരു കൈവിരൽ മുറിഞ്ഞു പോയി. മന്ത്രി പറഞ്ഞു നന്നായി ഇട്ടു അതെന്ന്. രാജാവിന് ദേഷ്യം വന്നു. കൈ മുറിഞ്ഞത് നന്നായി എന്നോ. തൻ്റെ മന്ത്രിയെ പിടിച്ച് അറസ്റ്റ് ചെയ്യുക, തടവിലിട്ടു. അപ്പോഴും മന്ത്രി പറഞ്ഞു നന്നായി. കുറേ കഴിഞ്ഞ് ഈ കാട്ടുരാജാക്ക് ബലി കൊടുക്കാൻ ഒരാളെ അന്വേഷിക്കുമ്പോൾ ഒരു രാജാവിനെ കിട്ടി. രാജാവിൻ്റെ കൈ മുറിഞ്ഞതുകൊണ്ട് അത് വികലാംഗനാണെന്നും പറഞ്ഞ് തള്ളി.
അപ്പോൾ ആ രാജാവിന് മന്ത്രി ഓർമ്മ വന്നു, ശരിയായി എന്ന് കയ്യ് മുറിഞ്ഞത് നന്നായി, അല്ലെങ്കിൽ തൻ്റെ തലയെ പോയിരുന്ന്. അങ്ങനെ വേഗം ഇവിടെ വന്ന് തടവിൽ നിന്ന് മോചിപ്പിച്ചു. മന്ത്രി, നീ പറഞ്ഞത് ശരിയായി കേട്ടോ, അല്ലെങ്കിൽ എൻ്റെ തല പോയിരുന്നു, വിരൽ മുറിഞ്ഞതുകൊണ്ട് അവരെന്നെ വെറുതെ വിട്ടു എന്ന് പറഞ്ഞു. പക്ഷെ എനിക്കൊരു സംശയം, രാജാവ് പറയാണ്, നിന്നെ തടവിലാക്കിയപ്പോഴും നീ പറഞ്ഞല്ലോ നന്നായി എന്ന്. എന്താ പറയാൻ കാരണം? അതോ അല്ലെങ്കിൽ എൻ്റെ തല അവർ വെട്ടില്ലേ? തടവിലായത് കാരണം എന്നെ വെട്ടിയില്ല. പിന്നെ 6 ദിവസം തടവ് കിടക്കേണ്ടി വന്നാലും എൻ്റെ ജീവൻ കിട്ടി, അല്ലെങ്കിൽ എന്നെ അവർ വെട്ടും തീർച്ചയാണ്. അത് ആ മന്ത്രി ഉണ്ട്, അവനെ ശരിയാക്കുക എന്ന് പറയില്ലേ. അപ്പം അങ്ങ് വേഗം തടവിലാക്കിയതുകൊണ്ട് എന്നെ അവർക്ക് കിട്ടിയില്ല. അപ്പോൾ തടവിലാക്കിയതും നല്ലതാണ്. ഇങ്ങനെ എന്ത് സംഭവിച്ചാലും അതിന് ദൈവം ഒരർത്ഥം കൽപ്പിച്ചിട്ടുണ്ടാവും എന്ന് അത്രേ ഭക്തന്മാർ വിചാരിക്കുക. നാരദനെ ശപിച്ചപ്പോൾ നാരദൻ വിചാരിച്ചു അത് എൻ്റെ ഭാഗ്യമാണ്, എവിടെയും നിൽക്കാണ്ട പോട്ടെ എന്ന്. ഈ ബന്ധം ഉണ്ടാവില്ലല്ലോ. അപ്പം അങ്ങനെ തന്നെ അനുഗ്രഹം മന്യമാന പ്രാതിഷ്ഠം ദിശമുത്തരാം. ഞാൻ വടക്കോട്ട് സഞ്ചരിച്ചു തിട്ടോ. കുറച്ച് കാര്യങ്ങൾ പറയണം. സ്പീതാൻ ജനപദാൻ തത്ര പുരഗ്രാമം പ്രജാകരാൻ കേടകർബടവാടീം ച വനാന്യുഭവനാനി ച. ഞാൻ കണ്ടതായിട്ടുള്ള കാര്യങ്ങൾ 2-3-4 ശ്ലോകമൊക്കെ ഒരേ കാര്യങ്ങൾ തന്നെ അങ്ങനെ പറഞ്ഞു പോവുകയാണ്. പലതരത്തിലുള്ള ജനപദാൻ ദേശങ്ങളെ കണ്ടു. ദേശം രാജ്യം. പുരഗ്രാമം പ്രജാകരാൻ രാജധാനികൾ ആണ് പുരം. ബ്രാഹ്മണ ഗൃഹങ്ങൾ, ഗോകുലങ്ങൾ പശുക്കളെ കെട്ടിയ സ്ഥലം, രത്നാദികളുള്ള ഖനികൾ, ഖേടഗർഭിടവാടിച്ച കർഷകന്മാരുടെ ഗ്രാമങ്ങൾ, ഇതെല്ലാം കണ്ടു. ഒരു ക്രിയ മാത്രം കണ്ടു എന്ന്, ബാക്കിയൊക്കെ അതുതന്നെയാണ്. സ്പീതാൻ ജനപദാൻ തത്ര പുരഗ്രാമം പ്രജാകരാൻ കെട്ടിടങ്ങൾ, പുരം കെട്ടിടങ്ങൾ, രാജധാനികൾ, കേടകർഭിടവാടീംശ അത് കണ്ടു. കർഷകന്മാരുടെ ഗ്രാമങ്ങൾ, വനാനുഭവനാനിച്ച കാട്, ചെറിയ തോട്ടങ്ങൾ, ചിത്രധാതു വിചിത്ര അദ്രീൻ മലകൾ, അദ്രീൻ എന്ന് പറഞ്ഞാൽ മലകൾ കണ്ടു. ഇഭഭഗ്നഭുജദ്രുമാൻ ആനകൾ ചവിട്ടി ഒടിച്ച വൃക്ഷങ്ങൾ. കാടാവുമ്പോൾ ആനയുണ്ടാവും, ആ വൃക്ഷങ്ങളുണ്ടാവും, അത് ചവിട്ടി ഒടിച്ചതും കണ്ടു. ഇഭഭഗ്നഭുജദ്രുമാൻ വെട്ടിയൊടിക്കപ്പെട്ട ആനകൾ ചവിട്ടി കശക്കിയ ചില മരങ്ങളും ചെടികളും കണ്ടു. ജലാശയാൻ ശിവജലാൻ നല്ല തെളിഞ്ഞ ജലമുള്ളതിനെയാണ് ശിവജലാൻ എന്ന് പറയുക. ശിവനുമായിട്ട് ബന്ധമില്ല. ശിവൻ എന്ന് പറഞ്ഞാൽ മംഗളം എന്നർത്ഥമേ ഉള്ളൂ. ആണ് ശിവൻ ആ പേര് കിട്ടിയത്, മംഗളം കൊടുക്കുന്ന ആൾ. മംഗളജലം, തെളിഞ്ഞ ജലമുള്ള ജലാശയങ്ങളും, നളിനീ സുരസേവിത താമരകൾ, ചിത്രസ്വനെ പത്രരഥേർ വിഭ്രമഭ്രമരസ്യ നല്ല നല്ല ചില ശബ്ദങ്ങൾ എന്നുവെച്ചാൽ ദേവസ്ത്രീകൾ പാടുന്ന പാട്ടാവാം, പക്ഷികളുടെ ശബ്ദമാവാം, സ്വരം എന്നേ പറഞ്ഞിട്ടുള്ളൂ. ചിത്രസ്വനെ പത്രരഥേർ മനോഹരമായിട്ടുള്ള ഇലകൾ മുതലായിട്ടുള്ളതും ഞാൻ കണ്ടു. സുരസേവിത ദേവന്മാരാൽ സേവിക്കപ്പെട്ട ബഹുവിധ ശബ്ദങ്ങളോട് കൂടിയ, ചിലപ്പോൾ ദേവന്മാരുടെ ശബ്ദം മാത്രം കേൾക്കവരെ കാണില്ല, അങ്ങനെയുണ്ട് അത്രേ. പത്രരഥ പക്ഷികളെ കൊണ്ടും, അതേപോലെ വിഭ്രമഭ്രമരസ്യ അങ്ങുമിങ്ങും പറക്കുന്ന വണ്ടുകൾ, ഭ്രമരം വണ്ട് ആയിട്ട് തന്നെ ഞാൻ കണ്ടു. നളവേണു ചരത്തമ്പ കുശകീചക ഗഹ്വരം ഓടക്കുഴൽ ശരങ്ങൾ, ഓടകൾ, ഓടക്കുഴലല്ല ഓടകൾ, ശരങ്ങൾ ഇവയുടെ ആ ഒരു സ്തംഭങ്ങൾ കൊണ്ട് മുളകൾ ഇങ്ങനെ അങ്ങോട്ട് കടക്കാൻ തന്നെ പ്രയാസമായിട്ടുള്ള വൃക്ഷനിബിഡമാണ്, അങ്ങോട്ട് കടക്കാൻ പറ്റില്ല. അങ്ങനത്തെ സ്ഥലങ്ങളും കണ്ടു. തീർത്ഥയാത്ര എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു പനിനീർപ്പൂവിൻ്റെ മുകളിൽ കൂടെയുള്ള കിടപ്പമല്ല. വ്യാലോലൂക ശിവാചിരം, മൂങ്ങ, പാമ്പ്, കുറുനരികൾ, ഘോരങ്ങളായിട്ടുള്ള സംഗതികൾ, അപകടങ്ങൾ, റിസ്ക് എന്ന് പറയുമല്ലോ, അതൊക്കെ ഉണ്ട്. മഹത്ത് വിപിനം കണ്ടു. മഹത്തായിട്ടുള്ള വിപിനത്തെ അദ്രാക്ഷീത് കണ്ടു. ക്രിയ അതാണ് അദ്രാക്ഷീത്. അവയൊക്കെ ഞാൻ കണ്ടു. അദ്രാക്ഷം എന്ന് പറഞ്ഞാൽ ക്രിയ, അതാണ് അവിടുത്തെ ക്രിയ. ബാക്കിയൊക്കെ സംഗതികളാണ്. അപ്പം ഇതെല്ലാം കണ്ട് കെട്ടിടങ്ങൾ, ഗ്രാമങ്ങൾ, കർഷകരുടെ സ്ഥലങ്ങൾ, വനങ്ങൾ, പൂന്തോട്ടങ്ങൾ, ദേവസ്ത്രീകളുടെയും മറ്റ് ശബ്ദങ്ങൾ, പക്ഷികളുടെ ശബ്ദം, വണ്ടുകളുടെ ശബ്ദം, താമരപ്പൂക്കൾ, ഓടകൾ, മുളകൾ, കുശകീചക ഗഹ്വര, കീചകം എന്ന് പറഞ്ഞാൽ മുളയാണ്. വേണു എന്ന് പറഞ്ഞാൽ ഓട, മുള രണ്ടും ഏകദേശം ഒരു ഗ്രൂപ്പ് തന്നെ വരിക. അങ്ങനെയുള്ളതെല്ലാറ്റും ഞാനിങ്ങനെ കണ്ടു. പാമ്പുകളും കുറുനരികളും പക്ഷികളും
എല്ലാം കണ്ട് നേരെ ഞാൻ എന്ത് ചെയ്തു, ഈ പ്രപഞ്ചവുമായിട്ടുള്ള ബന്ധം വിട്ട് വടക്കോട്ട് പോയി. എനിക്ക് ഈ പ്രപഞ്ചത്തിനോട് യാതൊരുവിധ ആസക്തിയോ ബന്ധമോ ഉണ്ടായിരുന്നില്ല. ആ മഹാന്മാർ പറഞ്ഞു കേട്ടതനുസരിച്ച് ആസക്തി പോയിരുന്നു. എങ്ങനെയെങ്കിലും കുറച്ച് തപസ് ചെയ്ത് ഈശ്വരാനുഗ്രഹം നേടണം എന്നൊരൊറ്റ കാര്യമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. വേറെ ഉദ്ദേശമൊന്നും മനസ്സിലില്ല. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ വടക്കോട്ടാണ് സഞ്ചരിച്ചു. വടക്ക് ഭാഗത്താണ് ഹിമാലയം ഉള്ളത് എന്നും വടക്ക് ഭാഗത്താണ് അത്തരം കാര്യങ്ങളൊക്കെ നല്ലത് എന്നും എന്തോ ഒരറിവ് ആരൊക്കെയോ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. അവിടെയാണല്ലോ ഹിമാലയവും തപസ്സിനുള്ള സൗകര്യങ്ങളും ഒക്കെ ഉണ്ടാവുക. അതുകൊണ്ടായിരിക്കാം നേരെ വടക്കോട്ട് പോയി. വടക്ക് ഭാഗമാണ് എപ്പോഴും ഉത്തമം, തെക്കോട്ട് അധമാണെന്നാണല്ലോ പറയുക. അങ്ങനെ ഞാൻ പോയി. എന്നിട്ടോ പരിശ്രാന്തേന്ദ്രിയ ആത്മാഹം തൃപ്പരീതോ ബുഭുക്ഷിത സ്നാത്വാ പീതാ ഹൃദയ നദ്യ ഉപതൃട്ടോ ഗതശ്രമ. അങ്ങനെ പോയിട്ട് ഞാൻ എന്ത് ചെയ്തു, വളരെ ക്ഷീണിച്ചു. നടന്നിട്ടാകുമ്പോൾ ക്ഷീണം ഉണ്ടാവും. അങ്ങനെ ക്ഷീണിച്ചിട്ട് പരിശ്രാന്തങ്ങളായ ഇന്ദ്രിയങ്ങളോടും പരിശ്രാന്തേന്ദ്രിയാത്മാ ക്ഷീണിച്ചവനായിട്ട് ആ തൃത്പരീതം, വിശപ്പ്, ദാഹം, തൃത്ത് എന്ന് പറഞ്ഞാൽ വിശപ്പ് ആയിട്ട് ബുഭുക്ഷിത ആഹാരത്തിന് ആഗ്രഹമുണ്ടവനായി തീർന്നു. ശരീരധർമ്മത്തിനനുസരിച്ച് വിശപ്പുണ്ടാവുമല്ലോ. ആഹാരത്തിന് എന്തെങ്കിലും കിട്ടിയാൽ കഴിക്കാൻ ഒന്നും കിട്ടാതെ ബുഭുക്ഷിത വിശന്ന് അഹം നദ്യാഹൃദേ ഒരു നദിയിൽ കുളിച്ചു. ഇപ്പോൾ ഒരു നദി കണ്ടു, അതിൽ കുളിച്ചു. ഉപത്പൃട്ട ആചമനം ചെയ്തവനായിട്ട് വെള്ളം മാത്രം കുടിച്ചു, വേറൊന്നും കിട്ടാനില്ല. പരിശ്രാന്തേന്ദ്രിയാത്മാകം തൃപ്പരീതോ ബുഭുക്ഷിത സ്നാത്വാ പീത്വാ ഹൃദയ നദ്യ അതിൽ കുളിച്ച് വെള്ളം കുടിച്ചു. ഉപത്പിട്ടോ ഗതശ്രമ. അനന്തരം അടുത്ത ദിവസം കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാൻ കരോതി യദ്യസകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.